സർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി സെർവ് ചെയ്തു എന്നാണല്ലോ കേൾക്കണേ. അത് വലിയ വിവാദമായിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ടേക്ക്? അല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി പാടില്ല എന്ന് പറഞ്ഞ് ഒരു നിയമമുണ്ട്. എല്ലാ അമ്പലങ്ങളും അങ്ങനെയല്ലേ? നമ്മള് നോൺ വെജ് സെർവ് ചെയ്യാൻ പാടില്ല എന്നല്ലേ? ഇല്ല, പാടില്ല, നിയമമുണ്ടോ അങ്ങനെ? സപ്പോസ് ഒരാൾ ഇത് ലംഘിക്കുന്നു, അത് ലംഘിക്കുമ്പോൾ അയാൾ ഏതെങ്കിലും ഒരു ചട്ടം ലംഘിക്കണമല്ല, ചട്ടമോ നിയമമോ ഉണ്ടാവണമല്ല, ഉള്ളതായിട്ട് എനിക്കറിവില്ല. നോക്കൂ, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കോഴി ഉണ്ടായിരുന്നതാണ്. പിന്നീടത് മൃഗബലി നിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് നിരോധിക്കുകയും കോഴിക്ക് പകരം കുമ്പളങ്ങ വെട്ടുകയും ചെയ്തു. 2 വർഷം മുമ്പ് കോഴിയെ തന്നെ വെട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് പേര് കൂടി അലമ്പൊക്കെ ഉണ്ടാക്കി അവരെ പോലീസൊക്കെ അടിക്കുകയും പിടിക്കുകയും ചെയ്ത് മാറ്റി. സോ ഈ അമ്പലം ആചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല വിധമുണ്ട്. ചിലതിന് എഴുതി വെച്ച ചട്ടങ്ങളുണ്ട്, ചിലത് സൊസൈറ്റി പാലിക്കേണ്ടതാണ്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ഏത് ക്ഷേത്രത്തിൽ മാംസം നിവേദിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മാംസം, മദ്യം, ഇത് താന്ത്രിക പൂജയുടെ ഭാഗമാണ്, കവള പൂജയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ബാധിക്കുന്നതൊക്കെ അല്ലേ. ചില ആചാരങ്ങൾ വന്നു കഴിയുമ്പോൾ മദ്യം മാംസമൊക്കെ ആവാം, മറ്റു ചിലർ അത് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞ ബഹളം. അത് ശരിയല്ല. നിങ്ങൾക്കിതിലൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കാനും പറ്റില്ല. യൂണിഫോമിറ്റി ഉണ്ടാക്കിയാൽ അത് മോശമായിരിക്കും. ദാറ്റ് ഈസ് നോട്ട് ഹൗ ദ ടെമ്പിൾ ഷുഡ് വർക്ക്. എവറി ടെമ്പിൾ ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിൽ തെറ്റൊന്നുമില്ല. അത് ഹ്യൂമെയിനായിരിക്കണം, ഇതേ ഉള്ളൂ. അതല്ലാതെ റൂളാണ്, അതുകൊണ്ട് ഞാൻ മാത്രമേ ഈ അമ്പലത്തിൽ കയറാവുള്ളൂ, ബാക്കി ആരും കയറരുത് എന്നൊക്കെ പറയുന്നത് ഇൻഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നോക്കൂ, ഇതുപോലത്തെ കാര്യങ്ങൾ സൊസൈറ്റി പാലിക്കേണ്ട ഡിസിപ്ലിനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അമ്പലത്തിൽ നോൺ വെജിറ്റേറിയൻ, മത്സ്യമാംസാദികൾ, മദ്യം, ഇതൊന്നും പാടില്ല. ഇത് സൊസൈറ്റി പാലിക്കേണ്ട ഒരു റൂളാണ്. ബാക്കി കുറേ ചട്ടങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കിയ ചട്ടങ്ങളാണ്. 1965 കേരള ടെമ്പിൾ എൻട്രി ഓതറൈസേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. ഈ ആക്റ്റിൽ ചെയ്യാവുന്നത് എന്ത്, ചെയ്തുകൂടാത്തത് എന്ത് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം 1936 അത് അന്ന് മഹാരാജാവ് വിളംബരം ഇറക്കുമ്പോൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാവുന്നതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരാൾ കയറ്റിയില്ല എന്ന് വെച്ചു, അയാൾക്ക് ശിക്ഷ എന്താ? ഇത് വിളംബരത്തിലില്ല. വിളംബരം ഈസ് എ പെർമിസീവ് ആക്ഷൻ. ആ പെർമിഷൻ കൊടുത്തു ഒരാൾ അമ്പലത്തിൽ കയറാൻ പോയി കഴിയുമ്പോൾ നിന്നെ ഇവിടെ കയറ്റില്ല പോടാ എന്ന് പറയുന്നു. എന്തു ചെയ്യും? ഇത് വിളംബരത്തിലില്ല. വിളംബരം ഈസ് എ ഡിക്ലറേഷൻ. യു ഹാവ് ടു ഹാവ് സബ്സീക്വൻറ്റ് ആക്ട് ആൻഡ് റൂൾസ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ്. അതിന് അതോറിറ്റി വേണം. ആര് ആക്ഷൻ എടുക്കും? പോലീസ് എടുക്കാമോ? പോലീസിൽ കോഗ്നൈസബിൾ ആണോ, നോൺ കോഗ്നൈസബിൾ ആണോ, ഇതെല്ലാം വേണ്ടേ? ഇത് നടക്കുന്നത് 1965. 46 ശേഷം എത്ര വർഷം കഴിഞ്ഞു നോക്കാം. 36 ശേഷം. 36 ക്ഷേത്രപ്രവേശന വിളംബരം വന്നെങ്കിലും പ്രാക്ടിക്കലി ഈ നിഷേധിക്കപ്പെട്ട ജാതിക്കാർ അമ്പലത്തിൽ കയറിയൊന്നുമില്ല. ഒന്ന്, മറ്റവർ കയറ്റിയില്ല. വേറൊന്ന്, ഇവർ വഴക്കുണ്ടാക്കാൻ പോയുമില്ല. 1946 എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. 46 ഞാൻ ജനിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ 10 പുലേര് എൻ്റെ അച്ഛനും വേറെ കുറേ ചെറുപ്പക്കാരും കൂടെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്ന് അമ്പലക്കുളത്തിൽ കുളിപ്പിച്ച് കയറ്റി. പുലേര് പറഞ്ഞത് ഞങ്ങളില്ല, അത് നായന്മാരുടെ ക്ഷേത്രമാണ്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വിളംബരം വന്നിരിക്കുന്നു, അതിക്കുള്ളിൽ മഹാരാജാവ് അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ കയറിയാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ദം. നിങ്ങൾക്ക് അവകാശമൊക്കെ ഉണ്ട്, പക്ഷേ എന്തിനാ വഴക്കുണ്ടാക്കുന്നു വരുന്നത്? ഞങ്ങൾ അവിടെ കയറിയിട്ട് ഞങ്ങൾക്ക് എന്താ മോക്ഷം കിട്ടാൻ പോകുന്നു? അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ കയറണം, ഇത് വലിയ സാമൂഹ്യ നവോത്ഥാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുവന്ന് കയറ്റി. ആ ദിവസം കയറി. പിന്നെ ദിവസവും ഇവരെ വലിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ഈ അച്ഛനും കൂട്ടുകാരി ഇത് ഉപേക്ഷിച്ചു. പിൽക്കാലത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു. അങ്ങനെ പതുക്കെ ആണ് ക്ഷേത്രപ്രവേശനം സാധ്യമായത്. അല്ലാതെ 1936 ഡം എന്ന് പറഞ്ഞ് ക്ഷേത്രം തുറക്കുന്നു, എല്ലാവരും യുറോ എന്ന് പറഞ്ഞ് പോയി കയറുന്നു എന്ന് ഇപ്പോൾ ആൾക്കാർ ധരിക്കുന്ന പോലെ അല്ല നടന്നത്.
ഒരുപാട് കാലം എടുത്തിട്ടാണ് ഇത് നടന്നത്. എൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എൻ്റെ അച്ഛന് പ്രവേശനം കിട്ടിയത് ഇറ്റ് വാസ് ഇൻ 1957 ഓർസോ. RSS വന്നപ്പോൾ. ബിക്കോസ് വി വെയർ അൺടച്ചബിൾ, വി കുഡ് നോട്ട് എൻറ്റർ. ദെർഫോർ ഓക്കെ ഇറ്റ് വാസ് ഡിനൈ. എന്നുവെച്ചാൽ ഈ 36 തന്നെ കയറാമായിരുന്നു വേണമെങ്കിൽ, പക്ഷേ ഒരു ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ ലക്ഷ്മിയെ കയറ്റാം എന്ന് കോടതി വിധിയുണ്ട്. ലക്ഷ്മിക്കറിയാൻ ഞാൻ കയറുന്നത് ഏതായാലും മോഹൻദാസിന് ഇഷ്ടമല്ല, എന്ത് കാര്യം വെറുതെ, കോടതി വിധിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ കയറുന്നില്ല എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? കയറിക്കൊള്ളണം എന്ന് പറഞ്ഞ് അല്ലല്ലോ വിളംബരം, കയറാം എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ 65 ആക്ട് വന്നു കഴിഞ്ഞപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ആക്റ്റിൽ എഴുതി വെച്ചു. അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ട്രഡീഷണലി വേർ ലേഡീസ് ആർ നോട്ട് പെർമിറ്റഡ് ഇൻ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അഹിന്ദുക്കൾ പ്രവേശിച്ചുകൂടാ, ട്രഡീഷണലി സ്ത്രീകൾ പോകാത്ത സ്ഥലത്ത് പ്രവേശിച്ചുകൂടാ, പിന്നെ പുലവാലായ്മയുള്ളവർ പ്രവേശിച്ചുകൂടാ, എസ്കോർട്ടില്ലാത്ത ഭ്രാന്തന്മാർ പ്രവേശിച്ചുകൂടാ. എസ്കോർട്ടോടുകൂടി പ്രവേശിക്കാം, കാരണം ഭ്രാന്ത് മാറ്റാനായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഇല്ലേ? പക്ഷെ അയാൾ ഒറ്റയ്ക്ക് പോയി അയാൾ എന്തെങ്കിലും അത്യാഹിതം കാണിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആളെ കൂടെ പോകണം. ഭ്രാന്ത് മാറ്റിന് കൂടെ ആൾ വന്നിട്ട് അയാളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ പിച്ചതണ്ടൽ തൊഴിലായിട്ടുള്ളവർ കയറിക്കൂടാ. പിച്ചതണ്ടാം ക്ഷേത്രത്തിനുള്ളിൽ, പക്ഷെ അത് തൊഴിലായിട്ട് വരുമാനമായിട്ട് നടക്കുന്നവരുണ്ട്, അവരെ കയറ്റിയില്ല. പിച്ചതണ്ടാൻ പെർമിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? സന്യാസിമാർ ഇതുപോലെ ഭിക്ഷ യാചിച്ച് കഴിയുന്നവരുണ്ട്. ആ ക്ഷേത്രത്തിൽ വന്നിട്ട് എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണം. ഒരു കാര്യം ചെയ്യും, വടക്കു വശത്ത് പ്രസാദം ഊട്ടി തുടങ്ങും, ഒരു അരമണിക്കൂർ താമസിക്കും കേട്ടോ, അവിടെ പോയി ഇപ്പം തന്നെ ക്യൂവിൽ നിന്നു. ഇങ്ങനെയുള്ള അയാൾ തെണ്ടുകയാണ്, പക്ഷേ അയാൾ അതൊരു വരുമാനമല്ല, അയാളുടെ തൊഴിലാണല്ല. അങ്ങനെ സംഭവിച്ചു. ഇതെല്ലാം ലിസ്റ്റ് ചെയ്തു. ലിസ്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സൊസൈറ്റിയുടെ ഡിസിപ്ലിനാണ്. സൊസൈറ്റി ഡിസിപ്ലിൻ പാലിച്ചാലേ ക്ഷേത്രങ്ങൾ മര്യാദയ്ക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഐ എം ആസ്കിങ് യു, എ മെൻസ്ട്രുവേറ്റിംഗ് ലേഡി ഷുഡ് നോട്ട് എൻറ്റർ ദ ടെമ്പിൾ. ഇങ്ങനെ ഒരു ചട്ടം എവിടെയെങ്കിലും കാണിച്ചു തരാമോ? നോ. ഞാനിത് എന്നേക്കാൾ മുതിർന്ന പണ്ഡിതന്മാരായ ആൾക്കാരോട് ചോദിച്ചു, ഈസ് ദെയർ എ റൂൾ? അവർ പറഞ്ഞു, ലുക്ക്, അങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കിയെന്ന് വെച്ചോ, എങ്ങനെ വെരിഫൈ ചെയ്യും? നോട്ട് പോസിബിൾ. സോ വെരിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യം റൂളായിട്ട് കാരണന്മാർ എഴുതി വെച്ചിട്ടില്ല. അതൊരു ട്രഡീഷനായിട്ട് നമ്മൾ പാലിക്കേണ്ട അച്ചടക്കം. മദ്യപിച്ച് ക്ഷേത്രത്തിൽ പോയി കൂടാ. ഞാൻ മദ്യപിച്ചു, കുറേ ഏലക്കായും വാരി വായിലിട്ടു, പെട്ടെന്ന് സ്മെല്ലൊന്നും അറിയില്ല. ഒരു സൂത്രത്തിനൊക്കെ ഒരു അകൽച്ചയിൽ നിന്ന് കഴിഞ്ഞാൽ ആരും അറിയില്ല. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധമില്ലാതെ ഇങ്ങനെ ആടി നടക്കുന്ന സ്റ്റേജ് ആവണം. അതില്ലാതെ ജെന്റിൽമാൻ ഡ്രിങ്ക് 2 വീശിയിട്ട് അമ്പലത്തിൽ പോകുന്നവർ ഇപ്പോഴും ഉണ്ട്. യു വിൽ നോട്ട് ബി കോട്ട് ബൈ എനിബഡി. അത് മാത്രമല്ല, ഇനി തൊഴുത് നിൽക്കുന്നു, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് മനസ്സിലാക്കിയെന്ന് വെച്ചോ, ഞാനവിടെ കിടന്ന് ബഹളം വയ്ക്കില്ല. എന്ത് കാര്യം, അയാൾ ചെയ്യുന്നതിൻ്റെ ഫലം അയാൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ തൊഴുതിട്ട് പോകും. ഇതല്ലേ സാധാരണ ഭക്തർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്നും നിയമം ഉണ്ടാക്കി വെക്കാനോ വെച്ചിട്ട് കാര്യമില്ല. സൊസൈറ്റി പാലിക്കേണ്ട ചില ചട്ടങ്ങളാണ്. I was in Trivandrum for 4 years, from 1973 to 77. അതിനുശേഷം ക്വൈറ്റ് ഫ്രീക്വൻ്റ്ലി ഐ യൂസ് ടു വിസിറ്റ് ട്രിവാൻഡ്രം. അത് കഴിഞ്ഞിട്ട് 2-2.5 വർഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിൽ തന്നെ ഞാൻ താമസിച്ചു, ഓൾമോസ്റ്റ് ഡയറക്റ്റ് ബാക്ക് സൈഡിൽ. അപ്പോൾ അന്ന് 1970s ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളുടെ കിഴക്കേ കോട്ട, പടിഞ്ഞാറേ കോട്ട, പടിഞ്ഞാറേ നടയല്ല, പടിഞ്ഞാറേ കോട്ട, വടക്ക് വശത്ത് നമ്മുടെ പോസ്റ്റ് ഓഫീസൊക്കെ ഇരിക്കുന്ന ആ സ്ഥലം, തെക്ക് വശത്ത് KSRTCയുടെ ഒരു പാർക്കിംഗ് സ്പേസ് സിറ്റി ബസ് കൊണ്ടുവന്നിരുന്ന ആ സ്ഥലം. ഓൾമോസ്റ്റ് ഈ സ്ക്വയറിനുള്ളിൽ യു വിൽ നോട്ട് ഗെറ്റ് ലിക്കർ, യു വിൽ നോട്ട് ഗെറ്റ് മീറ്റ്. ദർ ഈസ് നോ റൂൾ. ഒരു റൂളും ചട്ടവും ഇല്ല. പക്ഷെ അതിനുള്ളിൽ ഇത് കിട്ടില്ല, ഈ സാധനം ആരും അന്വേഷിക്കുകയില്ല. ഇപ്പോഴോ ദർ ഈസ് ഹോട്ടൽ ലൂസിയ വിത്ത് ബാർ, ഹോട്ടൽ രാജധാനി വിത്ത് ബാർ. ഞാൻ ഈ പറഞ്ഞ പരിധിക്കുള്ളിലാണ്, കിഴക്കേക്കോട്ടയ്ക്കുള്ളിലാണ്.
ഹൂ ഒബ്ജക്റ്റഡ് ടു ദാറ്റ്? അത് കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കടകൾ വന്നു, ബങ്കേഴ്സ് വന്നു കോർപ്പറേഷൻ്റെ. അവിടെ ഈ പറഞ്ഞ നിങ്ങളുടെ എന്താ ഷവർമയോ ഇതുപോലത്തെ വർമ്മമാരൊക്കെ ഇറങ്ങി, ഡ്യൂപ്ലിക്കേറ്റ് വർമ്മമാർ. ഇത് ആരും തടഞ്ഞില്ല. നൗ യു ഹാഡ് ഇറ്റ്. ഇപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ അങ്ങനെ പറയുന്നു, ഞാനെന്തോ ഒരു പ്രത്യേക മുറി വെച്ചിട്ട് ആ ലൊക്കേഷൻ എനിക്കിത് ഒരു വീഡിയോയിലും ഇവർ ലൊക്കേഷൻ പറയുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രം ഈ സോ ബിഗ് ദാറ്റ് അതിൻ്റെ പരിസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പാനൂരും അതിൻ്റെ പരിസരമായിട്ട് കൂട്ടാം, ഇല്ലേ? ആയുധമുക്ക് അതിൻ്റെ പരിസരമാണെന്ന് പറയാം. ക്ഷേത്ര പരിസരം എന്നുള്ളത് വലിയൊരു വാക്കാണ്. യു ടെൽ ദ എക്സാക്ട് പ്ലേസ് സോ ദാറ്റ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ്. ഇല്ല, വെറുതെ ബഹളം വയ്ക്കും. നൗ ആ ക്ഷേത്രം ഭരിക്കുന്നത് ഏത് കമ്മിറ്റിയാണ്? ഡിസ്ട്രിക്ട് ജഡ്ജ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്. ഡിസ്ട്രിക്ട് ജഡ്ജ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോമിനിയായിട്ട് കുമ്മൻ രാജശേഖരനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം തന്നെയാണെന്ന് എൻ്റെ വിചാരം. കേരള സർക്കാരിൻ്റെ ഒരു മെമ്പറുണ്ട്, തന്ത്രിയുണ്ട്, ഇവരൊക്കെയുണ്ട്. ഇവരുടെ താഴെയാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന മാന്യൻ. സോ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? വാട്ട് ഈസ് ഓൾ ദീസ് പീപ്പിൾ ആർ ഡൂയിങ്? ഇവരൊക്കെ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നാ പറയണേ. To whom? They are the authority and they say, oh, we have lodged a complaint. You are the authority of the temple and premises. അല്ല, ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഹിന്ദു ശരി, ഹിന്ദുവിന്റെ 110,000 സംഘടനകളുണ്ട്. അവര് കംപ്ലൈന്റ് കൊടുത്തു. ആർക്ക് കൊടുത്തു? പോലീസ് സ്റ്റേഷനിലാണ്. ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? മാനേജിങ് കമ്മിറ്റി ഓഫ് ദ ടെമ്പിൾ. അവരാണല്ലോ അൾട്ടിമേറ്റ് അതോറിറ്റി. യുനോ ആ പെൺകൊച്ചുണ്ടല്ലോ, ആരാ? മേയർ ആര്യ. whosoever she may be, the immature girl, she can declare that area to be meat free, liquor free. You know that? Corporation has got a right to declare a particular area. ഇവിടെ മദ്യം, മാംസം വിൽക്കാനോ വാങ്ങാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല. പക്ഷെ അവരെന്ത് ചെയ്യണം? അവര് ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റോ റൈറ്റോ, ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്. ഷീ ക്യാൻ ഡു, മേയർ ക്യാൻ ഡു ദാറ്റ്, ദ കമ്മിറ്റി ക്യാൻ ഡു ദാറ്റ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ പടിയുടെ അവിടെ വെച്ച് ഭരണം അവസാനിക്കുന്നില്ല. ക്ഷേത്രവും ക്ഷേത്ര സങ്കേതവും ഇത് ചേർന്നതാണ് ക്ഷേത്രം. Please read the Act 1965, Temple Entry Authorization Act, which the Hindus have challenged in Supreme Court, saying that this is not applicable to Sabarimala. Because your interest in Sabarimala was different. So you challenged it. Now what happened? The whole act is under challenge. So it is not applicable to Padmanabhaswamy. Therefore, you cannot insist this point in Padmanabhaswamy. ഇതാണ് ഞാൻ പറഞ്ഞത്. വെൻ ഈ നമ്മുടെ കാർന്നൂമാരൊരു മാതിരി കേട്ടിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. വെൻ യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ബിൽഡ് എ കോമ്പൗണ്ട് വാൾ, ബിഫോർ ഡിമോളിഷിങ് ഇറ്റ് തിങ്ക് ട്വൈസ്. അപ്പൂപ്പന മതിൽ കെട്ടിയിരിക്കുന്നതിന് കാരണം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് അത് തടസ്സമായിട്ട് തോന്നുന്നുണ്ടാവും. ബട്ട് തിങ്ക് അബൌട്ട് വൈ യു ഷുഡ് ഹാവ് ബിൽഡ് ദിസ്. മൂത്തവർ വാക്കൊന്നുമില്ല. ആ വാക്കൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ മതിൽ പൊളിക്കുന്നതിന് മുമ്പ് 4 തവണ ആലോചിക്കുക. വെൻ യു ക്വസ്റ്റ്യൻ ആൻ ഹിന്ദു ആക്ട് വിച്ച് വാസ് പ്രോ ഹിന്ദു, യു ഹാഡ് ഓൺലി വൺ തിങ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് somehow we have to win Sabarimala case, let all other temples go down the drain, and you are suffering now. It is, see, ഈവൻ നൗ ശബരിമല കേസ് അങ്ങനെ നിൽക്കട്ടെ, അത് വിശാല ബെഞ്ചിന് പോയി എന്തുമായിക്കോട്ടെ. നൗ യു ക്യാൻ പ്രൊട്ടക്ട് ദിസ് ടെമ്പിൾ ഫ്രം നോൺ വെജിറ്റേറിയൻ ബൈ ഡിക്ലെയറിംഗ് ദ കമ്മിറ്റി ഷുഡ് ഡിക്ലെയർ ദാറ്റ് ദ ഏരിയ, ഡിക്ലെയർ ദ ഏരിയ. ആ ഏരിയയിൽ ബോർഡ് വയ്ക്കുക. ഈ ഏരിയയ്ക്കുള്ളിൽ ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ രഥവീഥിയാണ്. ദ റോഡ്സ് ഓൺ ദ 4 sides of പത്മനാഭസ്വാമി ഈസ് ഹിസ് രഥവീതി. ആറാട്ട് പോകാൻ, ആനയ്ക്ക് പോകാൻ, ഇതിനൊക്കെ ഈ രഥവീതിക്കുള്ളിൽ മത്സ്യം, മാംസം, മൃതശരീരം ഇത്യാദി നിങ്ങൾക്ക് എന്തൊക്കെ അത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ബോർഡ് വയ്ക്കുക. നിങ്ങളുടെ കമ്മിറ്റി യോഗം കൂടിയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുക.
നിങ്ങളുടെ ഡിസിഷൻ പാസ്സാക്കുക, സെൻഡ് എ കോപ്പി ടു ദ മേയർ, സെൻഡ് എ കോപ്പി ടു ദ സിറ്റി പോലീസ് കമ്മീഷണർ, ഡിസ്പ്ലേ ഇറ്റ് prominently in front of the temple, finish. Then you can take action against them. ഇതിനൊക്കെയാണ് സുപ്രീം കോടതി കമ്മിറ്റി ഉണ്ടാക്കിയത്. Now what is that committee is doing? റോയൽ ഫാമിലിയിൽ ഒരു മെമ്പർ ഉണ്ട്. വാട്ട് ഈസ് ഹി ഡൂയിങ്? അവർക്ക് കണ്ണീര് വരുമല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പറഞ്ഞാൽ. വൈ ദേ ആർ ക്വൈറ്റ്? വൈ കുമ്മനം രാജശേഖരൻ ഓർ ദ പ്രസന്റ് മെമ്പർ ഹൂ സെർവ്ഡ്, ഐ എം നോട്ട് ഷുവർ ഹൂ ഈസ് ദ മെമ്പർ, ഹി ഈസ് സൈലന്റ്. Government of Kerala is silent, other members are silent, Tantri is silent, Melshandi is silent. ഇവരെല്ലാം ഈ കമ്മിറ്റിയിലെ മെമ്പർമാരാണ്. ഭരണസമിതിയിൽ തന്ത്രിയുള്ള ഏക ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അനുസരിച്ച്. ബാക്കി ക്ഷേത്രത്തിന്റെ തന്ത്രിക്ക് ഒരുപാട് അധികാരങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൽ, പക്ഷെ ഭരണസമിതിയിലില്ല. അതുള്ള സ്ഥലമാണ് പത്മനാഭസ്വാമി. ആൻഡ് സ്റ്റിൽ യു ആർ ക്രൈ. പക്ഷെ സർ, അപ്പൊ സാർ പറയുന്നത് പ്രകാരം ഈ വിവാദത്തിന് ഒരു പരിഹാരമുണ്ട്. ഈ സമിതിയെ പോയി അപ്രോച്ച് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുക, എങ്ങനെ ഈ രഥവീതി. യു കം ടു കൊച്ചി, ഐ വിൽ ഷോ യു. കൊങ്കണി സൊസൈറ്റി, അവരുടെ ഒരു വലിയ ക്ഷേത്രമുണ്ട് കൊച്ചിയിൽ. ആ ക്ഷേത്രത്തിന്റെ 4 അതിരിൽ അവർ ബോർഡ് വെച്ചിട്ടുണ്ട് ബോൾഡായിട്ട്. കൊച്ചി കോർപ്പറേഷൻ വയ്ക്കുന്ന പോലെ ബ്ലൂ ആൻഡ് വൈറ്റ്, പകുതി ബ്ലൂ, ഇങ്ങനെ ഡയഗണലി ബ്ലൂ ആൻഡ് വൈറ്റ് ആയിട്ട് അവർ ബോർഡ് വെച്ചു ബോൾഡായിട്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ രഥവീതിയാണ്. ഇവിടെ മത്സ്യമാംസാദികൾ ശവശരീരം കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചു. ആൻഡ് ദേ ആർ ഇൻഷുറിങ് ഇറ്റ്. അതിലൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. പൊതുവേ മീക്ക് ഹിന്ദു, വയലന്റ് ഹിന്ദു ആയിട്ട് മാറും ഇത് ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ആരെങ്കിലും ഇപ്പോൾ സ്കൂട്ടറിൽ പോയി 2 കിലോ ബീഫ് വെച്ച് സ്കൂട്ടറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടൊക്കെ അതിലെ പോയി ആരറിയാനാ? ഇറ്റ്സ് ലൈക്ക് സ്മഗ്ലിംഗ്. യു ആർ ഹെൽപ്ലെസ്. ബട്ട് യു കാൺ ഡു ഇറ്റ് പബ്ലിക്കലി. അവിടെ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വിളമ്പാൻ പറ്റില്ല ഈ പറഞ്ഞതുപോലെ. സോ അസേർട്ട് യുവർസെൽഫ്. എനിക്ക് ഹിന്ദുവിൻ്റെ ഈ കരച്ചിൽ കണ്ട് എനിക്ക് മതിയായി. കരഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും. SNDP കരയുന്നു, NSS കരയുന്നു. മുന്നോക്കത്തിന് കിട്ടിയില്ല, പിന്നോക്കത്തിന് കിട്ടിയില്ല, അമ്പലത്തിന് കൊടുത്തില്ല, എനിക്ക് തന്നില്ല. ബ്രിട്ടീഷ്, ഷോ യുവർ സ്ട്രെങ്ത് ഓൺ ദ സ്ട്രീറ്റ്, കം ഔട്ട് ഓൺ ദ സ്ട്രീറ്റ്, സേ ദാറ്റ് ഇറ്റ് ഈസ് അവർ റൈറ്റ്. ഒരൊറ്റ മനുഷ്യൻ മാംസമായിട്ട് ഇവിടെ കയറി പോരുതെന്ന് പറയുക. That is what is to be done. Without that, you are going to court and crying here, crying there, doing videos on YouTube, which YouTube itself is restricting. 5 views ആണ് യൂട്യൂബറിന്. കഴിഞ്ഞില്ലേ? ഫേസ്ബുക്കിൽ കരയുക, സുക്കറന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കഷ്ടം. കരയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജനത പറഞ്ഞിരിക്കുന്നത്. അസേർട്ട് യുവർ റൈറ്റ്. യു ഹാവ് പവർ. സുപ്രീം കോടതി തന്ന പവറാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. മൈ ഏർണസ്റ്റ് റിക്വസ്റ്റ് വിത്ത് ദ റോയൽ ഫാമിലി, വിത്ത് ദ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്, സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്, അറ്റ്ലീസ്റ്റ് ദീസ് 2 ആൻഡ് ദ ഡിസ്ട്രിക്ട് ജഡ്ജ്. ഈ 3 പേര് ധാരാളം മതി. ഇവർ കമ്മിറ്റിയിൽ ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ധൈര്യപ്പെടുകയില്ല. നമുക്കിത് പ്രൊട്ടക്റ്റഡ് ടെറിട്ടറി ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടം പോലെ വരാൻ പോകാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. മദ്യം, മാംസം ഇത് കൊണ്ടുവരാൻ പറ്റില്ല. ഡിക്ലെയർ ഇറ്റ്. ഞാൻ പറയുന്നത് രാജധാനി ബാറിന്റെ ഉടമസ്ഥനോട് പറയുക, ലൂസിയ ബാറിന്റെ ഉടമസ്ഥനോട് പറയുക, ഇതൊരു ക്ഷേത്ര സങ്കേതമാണ്, ഇനഫ് ഈസ് ഇനഫ്, പ്ലീസ് റിമൂവ് യുവർ ബാർ. ടോക്ക് ടു ദം നൈസ്ലി. ദർ ഓൾസോ രാജധാനി ബാറിന്റെ ഞാൻ അറിഞ്ഞിടത്തോളം ഹിന്ദുവാണ് അതിന്റെ ഓണർ. ലൂസിയ ഐ ഡോണ്ട് നോ, ബട്ട് whichever be the community, tell them they will agree. They are waiting for you to approach them, but you will not approach. So they are okay running their business. ഇല്ലേ? എത്രയോ പേരെ നല്ല വാക്കുകൊണ്ട് നിർത്താൻ പറ്റും. നോൺ വെജ് വിൽക്കുന്ന ആൾക്കാരുണ്ടാകും, ഷവർമ വിൽക്കുന്ന ആൾക്കാരുണ്ടാകും. പോയിട്ട് അവരോട് പറയാൻ സഹോദരമായി ചെയ്യുന്നത് ശരിയാണ്. പത്മതീർത്ഥക്കരയിലല്ലേ ഇത് ചെയ്യുന്നത്? എല്ലാവരും വിൽക്കുന്നു, അതുകൊണ്ടാണ്. എല്ലാവരുടെയും ഞങ്ങൾ പറഞ്ഞ് നിർത്തിക്കുകയാണ്, പ്ലീസ് അത് നിർത്തും. നമുക്ക് വേറെ സാധനങ്ങൾ വിൽക്കാൻ, പിന്നെ നല്ല വാക്ക് പറയാം. ആൻഡ് യു എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് ദാറ്റ്. ആൻഡ് സ്റ്റിൽ ഇഫ് സംബഡി ഈസ് നോട്ട് ലിസണിങ്, then you can complain to the city police commissioner. ഇത് അമ്പലത്തിൻ്റെ ചട്ടമാണ്, ഇത് ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുക. പ്ലീസ് ഡു ദാറ്റ്. ഡോണ്ട് ക്രൈ. ഡോണ്ട് എവർ ക്രൈ. സ്റ്റോപ്പ് ക്രൈങ് മൈ ഡിയർ ഹിന്ദുസ്. സ്റ്റോപ്പ് ക്രൈങ്. ഇനഫ് ഈസ് ഇനഫ്. അപ്പൊ ഈ ഹിന്ദു ധർമ്മസഭയും ഈ കർമ്മചാരി സംഘവുമാണ് ഇപ്പൊ ഈ വിഷയം എടുത്തിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരോട് നമ്മൾ ഒരു വഴിയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
അമ്പലത്തിന്റെ സമിതിയിൽ പോയിട്ട് ഇങ്ങനത്തെ ഐ ഡോണ്ട് നോ, ദേ ആർ ഓൾ മോർ നോളജബിൾ ദാൻ മീ. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. ഐ എം നോട്ട് അഡ്വൈസിങ് ദം, ഐ എം നോട്ട് ഷോയിങ് ദം എനിവേ, ഐ എം നോട്ട്ലി ഇൻ ദാറ്റ്.